വീണ്ടും വർഗീയ പരാമർശങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു വാർത്ത ചാനലുകളിൽ കാണുന്നുണ്ട്. കേട്ടാൽ തോന്നുക വെള്ളാപ്പള്ളി മുമ്പ് എപ്പോഴെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. വെള്ളാപ്പള്ളിയുടെ പൊതുപ്രവർത്തന ചരിത്രം വർഗീയമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹം ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന നിലപാടാണ് എല്ലാ കാലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസ്താവനയെ എടുത്തുകാട്ടാൻ ജനാധിപത്യത്തെയോ മതനിരപേക്ഷ ചേരിയെയോ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിങ്ങൾക്കെതിരെയാണ് വിദ്വേഷം ചൊരിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് കൂടി ഒരൽപ്പം സമയം നീക്കിവെച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി ആർക്കെതിരെ പറയുന്നു എന്നതല്ല, പറയുന്നതപ്പടി വർഗീയതയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിൽ ചിലർക്ക് പുതുമ തോന്നാമെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമാണ് ഞാൻ അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴദ്ദേഹം ധൈര്യം കാണിക്കുന്നത്? അദ്ദേഹത്തെ തൊടാനോ അദ്ദേഹത്തിനെതിരെ ചെറുവിരൽ അനക്കാനോ ഇവിടെ ആരുമുണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഭരണകൂടം ഒരു തരത്തിലും തങ്ങളെ തന്നെ അലോസരപ്പെടുത്തില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയാം. അതുകൊണ്ട് എല്ലാ ഞാഞ്ഞൂലുകൾക്കും പടമെടുക്കുന്ന കാലമാണിത്. വെള്ളാപ്പള്ളി നടേശനും ആ തരത്തിലാണ് വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഏതെങ്കിലും കാലത്ത് ഈഴവ സമൂഹത്തോടോ വെള്ളാപ്പള്ളി നടേശനോടോ വെള്ളാപ്പള്ളിയുടെ സംഘടനയോടോ ശത്രുതാപരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമുദായത്തിന് ധാരാളം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മുസ്ലിം സമുദായം ആ തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പിറകെ പോയിട്ടില്ല. മുസ്ലിം സമുദായത്തിന് സർക്കാർ ഭൂമി സൗജന്യമായോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിലോ നൽകിയതിന്റെ ഒരനുഭവവും പറയാനുമില്ല. ഇതെല്ലാം കിട്ടിയിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ സംഘടനയും. എന്നിട്ടും മുസ്ലിം സമുദായം അന്യായമായി എന്തെല്ലാമോ നേടിയെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കളവാണ് പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കളവ് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ഏതു വർഗീയവാദിക്കും ഇവിടെ എന്തും പറഞ്ഞു പോകാം. വിശിഷ്യ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ആരും ചെറുവിരൽ അനക്കാനുണ്ടാകില്ല, ഭരണകൂടം പോലും ഇടപെടില്ല എന്നതൊരു വസ്തുതയാണ്. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇവിടെ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ക്യൂ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ലാത്ത വിധത്തിലാണ് അദ്ദേഹത്തിന് മേൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പ്രശംസ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്താണ്. നിയമവാഴ്ചയെ അപകടപ്പെടുത്തുന്ന, മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന, സാമുദായികമായ വിഭജനത്തിന് ഹേതുവാകുന്ന പ്രസ്താവനകൾ നടത്തുക എന്നത് ക്രിമിനൽ കുറ്റമാണ്. അത് കേസെടുക്കേണ്ട കാര്യവുമാണ്. പക്ഷെ എന്തുകൊണ്ടോ വെള്ളാപ്പള്ളി നടേശനോട് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ ഇടതു സർക്കാർ അനുഭാവപൂർണമായ അനുകൂലപരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ വളരെ ലാഘവ ബുദ്ധിയാണ് അവർ സമീപിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഇടതു സർക്കാർ രൂപപ്പെടുത്തിയ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ പോലും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സമ്മതി തന്നെയാണ്. നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയാൻ, നിങ്ങൾ ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് പറയാൻ നാവ് പൊന്തുന്ന ഒരു മന്ത്രി പോലും ഇപ്പോഴത്തെ മന്ത്രിസഭയിലില്ല. ഒരു പാർട്ടി നേതാവ് പോലും അക്കാര്യം പറയുന്നില്ല. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾക്ക് എന്തും പറഞ്ഞു പോകാവുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. KR ഇന്ദിര എന്ന് പറയുന്ന ആളെ ഓർക്കുന്നുണ്ടാകും. വിദ്വേഷ കമന്റിന് കുപ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ്. മുസ്ലിം സ്ത്രീകൾ പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതിയതാണ്. അതിനെതിരെ വിപിൻ ദാസ് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് പക്ഷേ വളരെ ഭദ്രമായി അത് പൂഴ്ത്തിവെക്കുകയും
ഒടുവിൽ തക്കം കിട്ടിയപ്പോൾ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തതാണ് അതിന്റെ പിൽക്കാല പരിണിതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഏത് വർഗീയവാദിക്കും എന്തും പറയാം, ഒന്ന് പറഞ്ഞാലും പോലീസ് പിറകെ വരില്ല എന്ന് ഒരു കോടതിയെയോ ഒരു ജനാധിപത്യ സംവിധാനത്തെയോ ഒരു ഭരണകൂടത്തെയോ പേടിക്കേണ്ടി വരുന്നില്ല എന്നത് അക്ഷന്തവ്യമായ തെറ്റു തന്നെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. ഏത് വർഗീയതയ്ക്കും വളരാൻ കഴിയുന്ന ഇടമുണ്ടാവുക എന്നതാണ് ഇതിന്റെ ആത്യന്തികമായ ഫലം. ആ വർഗീയത വളരുന്നതിന്റെ ഗുണഭോക്താക്കൾ ആരാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിസ്സംശയം അത് RSS ആയിരിക്കും, BJP ആയിരിക്കും. അവർക്ക് വളരാനും തിടം വയ്ക്കാനുമുള്ള അവസരമൊരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BDJS എന്ന് പാർട്ടി പ്രഖ്യാപിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ച ആ പാർട്ടി ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ കൂടെയാണ്. മോഡി പാർട്ടിയുടെ സഖ്യകക്ഷിയാണ്. ആ സഖ്യകക്ഷിയുടെ നേതാവായ ഒരാൾ വീട്ടിലുണ്ടായിരിക്കെ തന്നെ ഇടത് മനോഭാവമാണ് തന്റേത് എന്ന് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു എന്നതാണ് വെള്ളാപ്പള്ളിയുടെ മിടുക്ക്. ആ വിലാസം ഉപയോഗിച്ച് തന്നെയാണ് അയാൾ നിരന്തരമായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ അയാൾക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നത് നമ്മുടെ സംസ്ഥാനം വർഗീയതയ്ക്ക് കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള, അങ്ങനെ വർഗീയതയിലേക്ക് വീണു പോകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധിയാണ് എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ സാഹചര്യവശാൽ എല്ലാവരും മൗനികളാണ്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചത് VD സതീശനാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ഭത്സിക്കുന്നതും ആക്ഷേപിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഭത്സിക്കുമോ ആക്ഷേപിക്കുമോ എന്ന് ഭയന്ന് വാ മൂടിക്കെട്ടിയിരിക്കുന്നവർ തീർച്ചയായും നമ്മുടെ കേരളത്തെയാണ്, കേരളത്തിന്റെ മതസൗഹൃദത്തെയാണ് ഒറ്റുകൊടുക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല, വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുന്ന ആർക്കെതിരെയും നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. അങ്ങനെ വർഗീയതയെ വാടിച്ചുകൊണ്ട്, വർഗീയതയെ പൂവിട്ടുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ വർഗീയതയെ താലോലിക്കുകയും ലാളിക്കുകയും ചെയ്തതിന്റെ പ്രത്യാഘാതം ഉത്തരേന്ത്യയിൽ ഇന്ന് BJPയുടെ വളർച്ചയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. BJPക്ക് വളരാനും BJPക്ക് അധികാരം പിടിക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് BJPയുമായോ സംഘപരിവാരവുമായോ സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുമായോ ഈ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ കൂടി തിരിച്ചറിയാനുള്ള അവസരമായി ഇത്തരം പ്രസ്താവനാ സന്ദർഭങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. വർഗീയവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കേരളം മറ്റൊരു UP ആക്കുമെന്ന് BJPയുടെയും RSSന്റെയും ഒക്കെ പ്രൊഫൈലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നേതാക്കൾ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം UP ആവുക എന്ന് പറയുന്നതിനർത്ഥം UP എന്ന് പറയുന്ന സംസ്ഥാനത്തോളം വികസിക്കുക, അതിന്റെ വിസ്തീർണത്തിൽ വികസിക്കുക എന്നതല്ല, മറിച്ച് വർഗീയതയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെടുന്ന ഒരു നാടായി മാറുക എന്നതാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര കടുപ്പമുള്ള കാര്യവുമല്ല. പലയിടങ്ങളിലും BJP എങ്ങനെയാണ് അധികാരം പിടിച്ചത് എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ത്രിപുരയിൽ എങ്ങനെയാണ് BJP അധികാരം പിടിച്ചത്? പശ്ചിമ ബംഗാളിൽ BJPക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ വലിയ വളർച്ചയാണ് അവർ അവിടെ നേടിയിട്ടുള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ നേടിയിട്ടുള്ള വളർച്ച എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിരുത്തി പഠിക്കുന്നത് നല്ലതാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു അസം എന്ന് പറയുന്ന സംസ്ഥാനം. അവിടെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇങ്ങനെ പഠന വിധേയമാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളിമാരെ കയറൂരി വിടുന്നതിന്റെ പ്രത്യാഘാതം എന്താണ് എന്ന് തിരിച്ചറിയാൻ, ആ തരത്തിലേക്കുള്ള വിവേകബുദ്ധി ഉണ്ടാകാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ.